ഹായ്. 2 ദിവസത്തെ ലീവിന് നാട്ടിലേക്ക് വന്നെങ്കിലും 2 ദിവസത്തെ പണിയുണ്ട് പറഞ്ഞിട്ട് ഇവർ ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടാ. അതുകൊണ്ട് രാവിലത്തെ ഉറക്കപ്പിച്ച് തന്നെ ഞാൻ നേരെ പണിക്ക് പോയി. എപ്പോൾ 50 എണ്ണ അടിക്കുന്നോണ്ട് ഇന്ന് ഉന്തിട്ടാ പോയിനി. ഓടിന് പെയിന്റ് അടിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിനി. പക്ഷെ അവിടെ എത്തുമ്പോൾ സംഭവം മനസ്സിലായി. ഇതിന്റെ മുകളിലാണ് പെയിന്റ് അടിക്കില്ലെന്ന്. ഇടുന്നറ്റം വീണ ഒരു പുതപ്പെടുത്തിട്ട് പുതപ്പിച്ചാൽ മാത്രം മതി. ദേഷ്യം വന്നിട്ട് കമ്പി എനിക്ക് ഇവനെ നിലത്തുന്തിട്ടാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിന് കേട്ടാ. അങ്ങനെ മുകളിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ താഴെ വന്ന് ഓടിന് പെയിന്റ് അടിക്കാൻ തുടങ്ങിട്ടാ. അങ്ങനെ ഓടിനെല്ലാം പെയിന്റ് അടിച്ച് ഇന്നത്തെ പരിപാടി ഞാൻ കഴിച്ചു വിട്ടാ. രാവിലെ ആയപ്പോ കാര്യം ഒരുത്തേ ബസ്സൂക്കൊക്കെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിനെ. പിന്നെ ഹെൽമെറ്റ് എടുത്തിട്ട് ഞാൻ നേരെ തളിപ്പറമ്പിലേക്ക് പോയി. തളിപ്പറമ്പ് വേസ്റ്റിട്ട് ഒരു ബിരിയാണി നിന്നിട്ടാ പോവാൻ നിന്നിനി. ഒരു ഫുള്ള് ബിരിയാണിയാന്നാ പറഞ്ഞേ, പക്ഷെ കിട്ടിയത് ഒരു ഫുള്ള് കോയിനാട്ടാ. അങ്ങനെ തിയേറ്ററിലെത്തിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു വിട്ടാ. അടുത്ത് ബസൂക്കാന്റെ പോസ്റ്റ് നോക്കിയപ്പോ ബസൂക്കാനെ കാണുന്നില്ല, വേറെ ആരോ കൊണ്ട് നിൽക്കുന്നു. എന്തായാലും ഇത്രയും വരെ വന്നിട്ട് തറവാട്ട് കയറാട് വാങ്ങില്ല, അതുകൊണ്ട് കേറിട്ടാന്നേ പോയിനി. സീറ്റിൽ ഇരുന്ന ഉടനെ ഇതായിരുന്നു മൊത്തമില്ല അവസ്ഥ. സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് ഞാനെല്ലാം മൊത്തം കല്യാണം കഴിഞ്ഞ പോലെ ആയിട്ടാ. ശരിക്കും കല്യാണം കഴിയുമ്പോ ഇങ്ങനെ ഉണ്ടാവുക. എന്തൊക്കെ പറഞ്ഞാലും പടം സൂപ്പറാന്നേ. അങ്ങനെ പടെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയിട്ടാ. കുറച്ചേരം പബ്ജി കളിച്ചിരിക്കാന്നിരിക്കുമ്പോ ഈ ഒരു കുരിപ്പിനെ കാണുന്നു. എനക്കാണെങ്കിൽ ഈ ഒരു സാധനത്തിനെ കണ്ട ഒടുക്കത്തെ പേടിയും. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ആ സാധനത്തിന്റെ മുകളിൽ കയറി അങ്ങാടെ ഇരുന്ന് ഞാൻ. ആനനെ കണ്ടാൽ പോലും എനിക്ക് ഇത്ര പേടിയില്ല, പക്ഷെ ഈ സാധനത്തിന് എനിക്ക് ഒടുക്കത്തെ പേടിയാന്നേ. പിന്നെ അച്ചാച്ചൻ വന്ന് 2 അടി അടിക്കുമ്പോഴത്തേക്ക് അത് പടായിട്ടാ. പിന്നെ ചത്തുന്ന് ഉറപ്പായിട്ട് അതിനടുത്ത് ചാടിയേ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം സ്വസ്ഥായിട്ട് ഇരിക്കാന്നിരിക്കുമ്പോ അടുത്ത സാധനം വരുന്നു. ഏത് ഓട്ടർമാ. ഇനി ഇതിനെ കൊണ്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഒരു കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പൊ ശരി, അത്രയേ ഉള്ളൂ.